ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള മറിയമെന്ന ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങൾ മുഴുവനും ബലി കഴിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം, എൻ്റെ ദൈവത്തിൻ്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് സമർപ്പിച്ചപ്പോൾ പിന്നെ അവളുടെ ജീവിതം മുഴുവൻ കർത്താവ് ഏറ്റെടുത്ത് നോക്കിയെങ്കിൽ ഇന്നും അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാൻ നമ്മൾ തയ്യാറായാൽ പിന്നെ നമുക്കാവശ്യമുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചതിനെക്കാട്ടിയും ആഗ്രഹിച്ചതിനെക്കാട്ടിയും സ്വപ്നം കണ്ടതിനെക്കാട്ടിയും വലിയ കാര്യങ്ങൾ നമ്മുടെ ദൈവം നമുക്ക് സാധിച്ച് തന്നിരിക്കും. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നിൻ്റെ പ്രശ്നങ്ങളെ ഓർത്ത് സങ്കടപ്പെടേണ്ട. അവയൊക്കെ മുന്നേറുവാനുള്ള കരുത്ത് നിനക്ക് പ്രദാനം ചെയ്യും. പ്രതികൂലമായ അവസ്ഥകളെ, സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വളരുന്നവർക്ക് മാത്രമാണ് ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ വലിയ വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അനുദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മെ ഉരുക്കി വാർക്കുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതികളാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടരുത്. ദാ കർത്താവ് കൂടെയുണ്ട്. ബലം നൽകുന്നവൻ, കരുത്ത് നൽകുന്നവൻ, ധീരയോദ്ധാവിനെ പോലെ മുന്നിൽ നിൽക്കുന്നവൻ കൂടെയുള്ളപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അത് നിന്നെ കുറെ കൂടി കരുത്തുള്ളവനും ശക്തിയുള്ളവനും, ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചവിട്ടി നിന്ന് ഉയർന്ന ശിരസ്സോടെ വിജയം വരിച്ചവനെ പോലെ നിവർന്നു നിൽക്കാനുള്ള ത്രാണി നൽകും എന്നുള്ള ഉറപ്പും ഈ ദിവ്യകാരുണ്യ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈശോയിൽ നമുക്കിനിയും കൂടുതലായി ആശ്രയിക്കാം. എന്തൊക്കെ വന്നാലും, ആരൊക്കെ നമുക്ക് കൈവിട്ടു പോയാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കാരണം അവൻ എൻ്റെ അഭയമാണ്. ഞാൻ അവനിൽ എന്നും ആശ്രയിക്കുന്നു.